ഹായ് എവരിവൺ, എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. കേക്കിൽ എഴുതുക എന്ന് പറയുന്നത് കുറേ പേരെയൊക്കെ സംബന്ധിച്ച് ഒരു ബാലികേറാമലയാണല്ലേ. എനിക്കും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ എഴുതാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെങ്കിൽ നിങ്ങൾക്ക് കൂടി പ്രയോജനപ്പെടട്ടെ എന്ന് കരുതിയാണ് കേട്ടോ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഇത് സ്പീഡ് എഡിറ്റ് ചെയ്യാതെ ഞാൻ എഴുതിയിരിക്കുന്ന അതേ സ്പീഡിൽ തന്നെയാണ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പാകത്തിന് ഇട്ടിട്ടുള്ളത് കേട്ടോ. ഞാൻ ചോക്ലേറ്റ് ഗണാഷ് ഉപയോഗിച്ചിട്ടാണ് മിക്കപ്പോഴും എഴുതുന്നത്. പിന്നെ ചോക്ലേറ്റ് ഗണാഷ് കേക്കിന് മുകളിൽ ഒഴിച്ചിട്ടുള്ള കേക്കിലൊക്കെ ആണെങ്കിൽ വിപ്പിംഗ് ക്രീമും കൊണ്ട് എഴുതാറുണ്ട്. അപ്പോൾ എപ്പോഴും പൈപ്പിംഗ് ബാഗിൻ്റെ ടിപ്പ് അല്പം ഒന്ന് കട്ട് ചെയ്തിട്ട് ക്രീം കൊണ്ടാണെങ്കിൽ ക്രീം നന്നായിട്ട് ലൂസാക്കിയിട്ട് എഴുതും. ഇത് ഗണാഷ് കൊണ്ടാണ് 1:1 റേഷ്യോയിലാണ് എടുക്കുന്നത്. അതിനകത്തൊരു അല്പം ബട്ടർ കൂടി, ഒരു ചെറിയ ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ബട്ടർ കൂടി ആഡ് ചെയ്തിട്ടാണ് കേക്കിൽ എപ്പോഴും എഴുതാറുള്ളത് കേട്ടോ. ഒരുപാട് ലൂസായിട്ടല്ല ഗണാഷ് ഞാൻ എടുക്കാറുള്ളത്. ഗണാഷ് ഉണ്ടാക്കി ഒന്ന് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് എഴുതി നോക്കണം. ഒരു പ്ലേറ്റിന് മുകളിലോ അല്ലെങ്കിൽ കയ്യിലോ. ഞാൻ എപ്പോൾ എഴുതിയാലും നമ്മൾ എത്ര പ്രാവശ്യം എഴുതി പ്രാക്ടീസ് ആയെന്ന് പറഞ്ഞാലും എഴുതുന്നതിന് മുൻപ് ഞാൻ ഹാപ്പി എന്നോ അല്ലെങ്കിൽ എന്നെങ്കിലും ഒന്ന് എഴുതി നോക്കിയിട്ടാണ് കേക്കിലേക്ക് കൊണ്ടുപോയി എഴുതാറുള്ളൂ. എല്ലായ്പ്പോഴും ശരിയാവണമെന്നില്ല, ചില സമയത്തൊക്കെ തെറ്റാറുണ്ട്. അപ്പോൾ ഗണാഷ് കൊണ്ടുള്ളതാകുമ്പോൾ അതങ്ങ് എടുത്ത് മാറ്റിയിട്ട് വീണ്ടും ഇവിടെ ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടാണ് വീണ്ടും എഴുതാറുള്ളത്. ഷോർട്സ് ഇടുമ്പോൾ വളരെ സ്പീഡിലാണല്ലോ നമ്മളെപ്പോഴും കാണിക്കാറുള്ളത്. അപ്പോൾ അത് ഞാൻ എഴുതുന്ന അതേ സ്പീഡിൽ ഒന്ന് നിങ്ങളെ കാണിക്കാം എന്ന് കരുതിയിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ. ബുദ്ധിമുട്ടിങ്ങനെ എഴുതാൻ ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും ഒരു പ്രയോജനം ആവട്ടെ, നമുക്ക് പേടി കൂടാതെ എങ്ങനെ എഴുതാമെന്ന് കാണട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടു, ഇതുപോലെ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഒരു സന്തോഷമുള്ള കാര്യമാണല്ലോ. അങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ എല്ലാവർക്കും ഓരോ ഫോണ്ടിൽ എഴുതുന്ന ആയിരിക്കും ഇഷ്ടം. അപ്പോൾ ഒരേ ടൈപ്പിൽ ഇപ്പോൾ ഇതുപോലെ എഴുതുന്നത് ചിലർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, ചിലർക്ക് വേറെ ഫോണ്ടിൽ എഴുതുന്നതായിരിക്കാം ഇഷ്ടം. അപ്പോൾ നമുക്ക് ഓരോ കൈ വഴങ്ങുന്ന രീതിയുണ്ടല്ലോ, അത് ആണ് നമുക്ക് മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ഓരോ ഫോണ്ട്. ആ ഫോണ്ടിൽ നമുക്ക് എഴുതാവുന്നതാണ്. ഇപ്പോൾ ഈ ഫോണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്